ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആന്റിയമ്മയെ കാണാനാണെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്ന മാനസയെ കൃഷും കൃപയും മഹിയും ഒക്കെ കാണുന്നുണ്ട്. അവര് താഴേക്ക് ഇറങ്ങി വരുമ്പോഴായിരുന്നു മാനസയെ കാണുന്നത്. മൂന്നുപേരും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് മാനസയെ കണ്ടിട്ട്. ഇവളെന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ആരാ ഇവളെ വിളിച്ചത് എന്നൊക്കെ കൃഷ് ദേഷ്യത്തോടെ പിറുപിറുക്കുന്നുണ്ട്. അപ്പൊ മഹി പറഞ്ഞു കൊടുക്കും കൃഷിന് അവളുടെ വരവിന് പിന്നില് എന്തോ ഉദ്ദേശമുണ്ട്, ദുരുദ്ദേശമുണ്ട് എന്ന്. ഞാൻ എന്തായാലും ചെന്ന് അവളെ അടിച്ചിറക്കാൻ പോവുക, എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ട് അവളിങ്ങോട്ട് വന്നിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കൃപ പോകാൻ തുടങ്ങുന്നതും കൃഷി തടയുന്നുണ്ട് കൃപയെ. ഇപ്പൊ ബഹളമൊന്നും വേണ്ട, ചിലപ്പോ വഴക്കും തർക്കവും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും അവളുടെ ഉദ്ദേശം, നമ്മളായിട്ട് അത് തുടങ്ങി വെക്കേണ്ട കാര്യമില്ല എന്നെല്ലാം പറഞ്ഞ് കൃപയെ അടക്കി നിർത്തുന്നുണ്ട് കൃഷ്. മാനസയെ കണ്ടതുകൊണ്ട് തന്നെ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവുകയാണ് മൂന്നുപേരും കൂടിയിട്ട്. ഏതായാലും മാനസയെ കണ്ടിട്ട് ആന്റിയമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ആന്റിയമ്മ വന്നിട്ട് മാനസയെ കണ്ടതിലുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതേസമയം ആന്റിയമ്മയ്ക്ക് അതിശയമാവുന്നുണ്ട് മാനസ വന്നതില്. ആന്റിയമ്മ സംശയത്തോടെ ചോദിക്കുന്നുമുണ്ട്, കൺമണിക്ക് വേണ്ടിയുള്ള ഈ ചടങ്ങില് നിനക്ക് എങ്ങനെ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കും, കരച്ചിൽ വരില്ലേ? എന്നാൽ മാനസ ആന്റിയമ്മയ്ക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ആന്റിയമ്മേ, എന്റെ കരച്ചിലൊക്കെ അവസാനിക്കുന്ന ദിവസമാണ് ഈ ദിവസം, ഇനി അങ്ങോട്ട് ചിരിയുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഇത് കേട്ട് നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയുന്ന ആന്റിയമ്മയോട്, ആന്റിയമ്മേ, ഞാൻ പറഞ്ഞതില് ഏത് ഭാഗമാണ് ആന്റിയമ്മയ്ക്ക് മനസ്സിലാകാത്തത്? എന്റെ കരച്ചില് ഇന്നത്തോടെ അവസാനിക്കും, ഇനി ചിരിയുടെ ദിവസങ്ങളാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാനസ ആന്റിയമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് സ്നേഹത്തോടെ. ആന്റിയമ്മയ്ക്ക് മാനസയുടെ ഈ വരവിന് പിന്നിൽ എന്തോ ഒരു സംശയമുണ്ട്, എന്തെങ്കിലും ദുരുദ്ദേശം വെച്ചിട്ടാണോ നീ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ മാനസ കൊടുക്കുന്ന മറുപടി, എന്റെ ആന്റിയമ്മേ, എനിക്ക് നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ, എല്ലാം നന്നായിട്ട് തന്നെ അവസാനിക്കും, അത്രയേ ഉള്ളൂ. ആന്റിയമ്മയും അത് വിശ്വസിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹേമയും ജയമോഹനും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അവരെല്ലാവരെയും ആന്റിയമ്മ തന്നെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്, സ്വീകരിച്ചിരുത്തുകയാണ്. ഒറ്റയ്ക്കാകുന്ന മാനസയാകട്ടെ ഈ വരുണിത് എവിടെയാണെന്ന് ചിന്തിക്കുന്ന നിമിഷം തന്നെ വരുൺ മാനസയുടെ അടുത്തേക്ക് വരികയാണ്. ജ്യൂസ് കുടിക്കണ്ടേന്ന് ചോദിച്ച് ജ്യൂസുമായിട്ടൊക്കെയാണ് വരുണിന്റെ വരവ്. വരുൺ തമിഴിൽ പറഞ്ഞതുകൊണ്ടും വേഷം മാറി നിൽക്കുന്നത് കൊണ്ടും തന്നെ മാനസയ്ക്ക് ഇത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. നല്ല ജ്യൂസാണ്, വാങ്ങി കുടിക്കാനും പറഞ്ഞ് വരുൺ നിർബന്ധിക്കുമ്പോൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് മാനസ ദേഷ്യപ്പെട്ട് വരുണിനെ നേരെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് മാനസയ്ക്ക് വരുണിനെ കണ്ടിട്ട് ഇത് വരുണാണല്ലോ ചിന്തിക്കുന്നത്. വരുണാണെന്ന് മനസ്സിലാക്കുന്നതും, എടാ നീയോ, ഇതെന്ത് കോലമാ? അപ്പൊ വരുൺ മാനസയോട് പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിന്നോട്, ഇവിടെ എന്നെ ഒരു പൂച്ചക്കുഞ്ഞു പോലും തിരിച്ചറിയത്തില്ലെന്ന്. അപ്പൊ മാനസ പറയുന്നുണ്ട്, അത് ശരിയാ, പൂച്ചക്കുഞ്ഞു പോലും തിരിച്ചറിയത്തില്ല, പക്ഷെ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലാകും, അതുകൊണ്ട് നീ ആരുടെയും കണ്ണിൽ പെടാതെ ഇവിടുന്ന് പെട്ടെന്നൊന്ന് മാറ്. മാനസയുടെ ഈ പേടി കണ്ടിട്ടും വരുൺ പറയുന്നത് ഇങ്ങനെയാണ്, നിനക്ക് എന്നെ പരിചയമുള്ളത് കൊണ്ടാണ് തിരിച്ചറിയുന്നത്, എന്നെ കണ്ടിട്ടില്ലാത്ത ആർക്കും എന്നെ മനസ്സിലാകത്ത് പോലും ഇല്ല. മുഖത്തെ ഉണ്ണി കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ മാനസ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, എടാ നീ മണ്ടത്തരം പറയാതെ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് ഒന്ന് പോകുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എന്നാൽ വരുൺ പിന്നെയും ആത്മവിശ്വാസത്തോടെ എന്നെ ആരും കണ്ടുപിടിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക തന്നെയാ ചെയ്യുന്നത്. അപ്പോഴേക്കും ലോനപ്പൻ ചേട്ടൻ വന്ന് വരുണിനെ വഴക്ക് പറയുന്നുണ്ട്, ആരാടാ നിന്നോട് ജ്യൂസ് കൊടുക്കാൻ പറഞ്ഞത്? പാത്രം കഴുകാൻ വന്നവൻ ജ്യൂസ് കൊടുക്കാൻ വന്നിരിക്കുന്നു. എന്നിട്ട് അതെല്ലാം വരുണിന്റെ കയ്യിൽ നിന്ന് തിരികെ മേടിക്കുന്നുണ്ട്. മാനസോട് ഇവനൊരു ഉടായ്പാണ്, കള്ളനാണെന്നൊക്കെ പറഞ്ഞും കൊടുക്കും. ജ്യൂസ് ഞാൻ കൊള്ളാവുന്ന ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടാം, നീ പോയി പാത്രം കഴുകിടാന്ന് പറഞ്ഞ് ലോനപ്പൻ വരുണിനോട് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. അവിടുന്ന് കൃഷ്ണൻ കൃപയും മഹിയും സംസാരിക്കുകയാണ്. മാനസ തന്നെയാണ് ചർച്ചാ വിഷയം. കൃഷി പറയുന്നുണ്ട്, മാനസയുടെ ഈ വരവ് അത്ര പന്തിയല്ല, എന്തോ മനസ്സിൽ കണ്ടിട്ടാണ് അവള് എത്തിയിരിക്കുന്നതെന്ന്. ഉടനെ കൃപ പറയുന്നുണ്ട്, ഞാൻ ചെന്നിട്ട് അവളെ നൈസായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം, എന്നിട്ട് ഫംഗ്ഷൻ തീരുന്നവരെ ഏതെങ്കിലും ഒരു റൂമിൽ അടച്ചിടാം, അതൊരു നല്ല മാർഗമാണെന്ന് മഹി അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ കൃഷി പറയുന്നത്, വേണ്ട, അവളെ അടച്ചിടുകയൊന്നും വേണ്ട, എന്നാൽ അവൾ എന്തെങ്കിലും ഒരു ഷോ ഇവിടെ ഇന്ന് കാണിച്ചാൽ ഇവിടെ അന്ത്യമായിരിക്കുമെന്ന് ചവിട്ടി കൂട്ടും ഞാൻ. അന്ന് ജയമോഹനങ്ങള് തല്ലുകൊടുത്ത് കൊണ്ടുപോയതാ, എന്നിട്ട് അവര് തന്നെ അവളെ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങനെയെല്ലാം മാനസയെക്കുറിച്ച് കലിപ്പോടെ സംസാരിക്കുന്നതിനിടയിലാണ് കൃഷ്ണെന്ന് വിളിച്ചോണ്ട് മാനസ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അപ്പൊ മഹിയും മാനസയോട്, ഞങ്ങളിപ്പോ മാനസയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, ക്ഷണിക്കാതെ തന്നെ വന്നല്ലോ എന്ന്. എന്നാൽ മാനസ കൊടുക്കുന്ന മറുപടി, ഇതെന്റെയും കൂടെ വീടാ, ഈ വീട്ടിൽ വരാൻ എനിക്ക് എന്തിനാ പ്രത്യേകിച്ച് ക്ഷണം? കൃപ എന്റെ സഹോദരിയാ, കൃഷ്ണന്റെ സഹോദരനും. ഇത്രയും പറഞ്ഞപ്പോഴേക്കും മഹി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, അപ്പൊ സാഗർ സാറും സുജാതാന്റിയൊക്കെ അച്ഛനും അമ്മയായിട്ട് വരുമല്ലേ? അപ്പൊ മാനസ പറയും, കളിയാക്കിയതാണെന്നറിയാം, പക്ഷെ മഹിബാൽ അവരെന്റെ അച്ഛനും അമ്മയും തന്നെയാ. എനിക്കറിയാം കൃഷ്ണൻ എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ. അത് കേൾക്കുന്ന കൃഷ്ണാകട്ടെ ഉറപ്പായിട്ട് നല്ല ദേഷ്യം തന്നെയാണെന്ന് വെട്ടി തുറന്ന് പറയുന്നുണ്ട്. കൃപയും അതുപോലെ തന്നെ പറയുന്നുണ്ട്, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന്. മാനസ അപ്പോഴും ദേഷ്യമൊന്നും കാണിക്കാതെ അവരോട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയാണ്. നിങ്ങളെ ഞാൻ കുറ്റമൊന്നും പറയില്ല, ഞാൻ കാണിച്ചു കൂട്ടിയതിന് യഥാർത്ഥത്തില് നിങ്ങൾ എന്നെ കൊല്ലേണ്ടത്, പക്ഷേ നിങ്ങൾ എന്നോട് പരമാവധി ക്ഷമിച്ചു, നിവൃത്തിയില്ലാതായപ്പോഴാണ് നിങ്ങൾ പ്രതികരിച്ചത്. അണമുട്ടിക്കഴിഞ്ഞാൽ ചേരയും കടിക്കുമെന്ന് പറയുമല്ലോ, അതുപോലെ മാനസയുടെ ഈ വാക്കുകളിലൊന്നും ആത്മാർത്ഥത ഇല്ലെന്ന് മനസ്സിലാക്കുന്ന കൃപ ഈ മാനസ ചെന്നാട്ടെ എന്ന് പറഞ്ഞ് മാനസയെ പറഞ്ഞു വിടാൻ നോക്കുകയാണ്.
അതോടൊപ്പം ഇന്നത്തെ പ്രോഗ്രാമിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൃപ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാനസയ്ക്ക്. കൺമണിക്ക് സ്വീകരണം കൊടുക്കുന്ന ഇന്നത്തെ പ്രോഗ്രാം അത് നല്ല രീതിയിൽ തന്നെ നടക്കണം എന്ന് പറഞ്ഞു വരുന്നതും മാനസ അങ്ങോട്ട് ചോദിക്കുകയാണ്, അതെന്താ കൃപ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുമെന്ന് കരുതിയിട്ടാണോ? കൃപ തിരിച്ചു പറയുന്നുണ്ട്, എനിക്ക് ഒരു പേടിയില്ല. ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാലേ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. അതിനൊരു സാഹചര്യം ഉണ്ടാക്കരുതെന്നാ ഞാൻ പറഞ്ഞു വന്നത്. ഓണത്തിന് ഇതുപോലൊരു ആഘോഷം മാനസ തകർത്തത് അറിയാലോ, കൺമണി ജയിലിലാക്കിയിട്ട് പറഞ്ഞതും. എന്നാൽ അതിന്റെ ഒന്നും പുറകിൽ തനിക്ക് ഒരു പങ്കും ഇല്ല എന്നുള്ള മട്ടിലാണ് മാനസ സംസാരിക്കുന്നത്. എന്റെ മനസ്സിലുള്ള ഏതോ ഒരു ദുഷ്ടശക്തിയാണ് അന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത്. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഞാൻ എന്റെ മനസ്സിനെയാണ് ആദ്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. കൃഷ്ണനെ ഇനി എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞു. അന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ അച്ഛൻ എന്നെ തല്ലിയതോടെ എന്റെ ഉള്ളിലെ ഈഗോയൊക്കെ ഇല്ലാതായി. പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ മാനസാന്തരം വന്ന മാനസയാ. നിറഞ്ഞ മനസ്സോടെയാ കൺമണിക്ക് നൽകുന്ന ഈ സ്വീകരണ ചടങ്ങ് കാണാൻ ഞാൻ നിൽക്കുന്നത്. കൃഷ്ണനും കൺമണിക്കും ഹൃദയം നിറഞ്ഞ ആശംസകളും നേരുന്നു. കഴിഞ്ഞതൊക്കെ ഞാനൊരു സ്വപ്നം പോലെ മറക്കാം. കൃഷ്ണനെ ഇഷ്ടപ്പെട്ടത്, കൃഷ്ണന്റെ പുറകെ നടന്നത്, കൃഷ്ണനെ മോതിരം അണിയിച്ചത് ഒക്കെ ഞാൻ ഉറക്കത്തിൽ കണ്ട ഒരു കിനാവ്, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഉണർന്നു കഴിഞ്ഞു. സത്യം തിരിച്ചറിയാം എനിക്ക്. ഇനി ഞാൻ ആരെയും വേദനിപ്പിക്കില്ല എന്നൊക്കെ വലിയ വലിയ ഡയലോഗുകളൊക്കെ വെച്ച് കാച്ചുന്നുണ്ട് മാനസ. അതിനുശേഷം ഞാൻ താഴെ പോട്ടെ എന്ന് പറഞ്ഞു പോകുന്നു. മായി ഒരു നിമിഷത്തേക്ക് മാനസയെ വിശ്വസിച്ചു പോകുന്നുണ്ട്. അവള് പറയുന്നതൊക്കെ സത്യമായിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോ കൃപ പറഞ്ഞു കൊടുക്കുക, സത്യമോ? അവളെ പക്ക ഫ്രോഡാ, അഭിനയിക്കാൻ മിടുക്കി. കൃഷു അത് ഏറ്റുപിടിച്ചോണ്ട് പറയാണ്, അതെ പക്ക ഫ്രോഡ്. ഇന്ന് എന്തെങ്കിലും അഭ്യാസം അവൾ എടുത്താ വെറുതെ വിടില്ല ഞാൻ. കൃപയും പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഇഷ്യൂ അവൾ ഉണ്ടാകട്ടെ, അപ്പൊ കാണാം എന്റെ തനിനിറം എന്താണെന്ന്. അതേസമയം സാഗറിന്റെ വീട്ടിലേക്ക് ഗസ്റ്റുകളൊക്കെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സാഗറും സുജാതയും കൂടിയിട്ടാണ് അവരെയൊക്കെ സ്വീകരിക്കുന്നത്. സുജാതയ്ക്കും മാനസയെക്കുറിച്ച് ഓർത്ത് അല്പം ടെൻഷനുണ്ട്. സാഗറിനോട് ചോദിക്കുന്നുണ്ട്, മാനസ ഒരാവശ്യമില്ലാതെ എന്തിനായിരിക്കും ഇന്നിപ്പോ വന്നത്? എനിക്കെന്തോ പെട്ടെന്നൊരു പേടി മനസ്സിൽ കടന്നുകൂടിയിരിക്കുക. എന്നാൽ സാഗർ സുജാതയെ ആശ്വസിപ്പിച്ചുകൊണ്ട്, ജയമോനും ഹേമയൊക്കെ ഉണ്ടല്ലോ മാനസയുടെ കൂടെ, അവര് മാനസയെ നിയന്ത്രിച്ചോളും. എന്തായാലും അവൾ ഇന്നിങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് സുജാതയുടെ അഭിപ്രായം. കാരണം കൺമണി ഒരിക്കലും അവളെ ഇന്ന് ഇവിടെ പ്രതീക്ഷിക്കില്ല. സാഗർ അപ്പൊ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സുജാതയ്ക്ക്, എന്തായാലും അവള് വന്നു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് അവൾ അങ്ങോട്ട് പോട്ടെ എന്ന്. അപ്പോഴേക്കും ഓഫീസിലെ കുറച്ച് സ്റ്റാഫ്സ് എത്തുന്നുണ്ട്. ശ്രീദേവിയൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരോടും അകത്തേക്ക് വന്നിരിക്കാനും ചടങ്ങൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകാവൂ എന്നും സുജാത പറയുന്നുണ്ട്. ഗസ്റ്റിന്റെ മുമ്പിൽ സന്തോഷം അഭിനയിക്കുന്നുണ്ടെങ്കിലും സുജാതയുടെ മനസ്സ് അപ്പോഴും മാനസയെക്കുറിച്ച് ഓർത്ത് ടെൻഷനിലാണ്. സാഗറിനോട് പിന്നെയും പിന്നെയും ചോദിക്കുകയാണ്, മാനസ കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ അല്ലേ? സാഗർ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. കുഴപ്പമോ? എന്ത് കുഴപ്പം? ഒരുപക്ഷെ അവള് മനസ്സ് മാറി തന്നെ വന്നതാണെങ്കിലും അതുകൊണ്ട് നമ്മൾ സംശയിക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സുജാതയ്ക്ക്. അതിനുശേഷം സാഗറിന്റെ വീട്ടിലേക്ക് കൺമണിയും വീട്ടുകാരും എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരെയും സ്നേഹപൂർവ്വം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് സാഗറും സുജാതയും കൂടിയിട്ട്. കൺമണിയെ കാണുന്നതും സുജാത കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുക്കും. മനോജിനെ കാണാത്തത് കൊണ്ട് തന്നെ മനോജ് എവിടെയാണെന്ന് സാഗർ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ മനോജിന് ഓഫീസിൽ ചില അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റാതെ പെട്ടുപോയതാണെന്ന് ശ്രീനി അറിയിക്കുന്നു. മനോജിന്റെ ആ അവസ്ഥ സാഗറും മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ സാരമില്ലെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിന് പങ്കെടുക്കാൻ പറ്റാത്തതും കൂടെ ചേർത്ത് കല്യാണത്തിന് കൂടുതൽ അവധി എടുക്കാൻ പറഞ്ഞാൽ മതി മനോജിനോട് എന്നിങ്ങനെ ഒരു അഭിപ്രായവും മുന്നോട്ട് വെക്കുന്നു. അത് കേട്ട് ചിരിക്കുന്നുണ്ട് എല്ലാവരും. സുജാത ശാന്തയെക്കുറിച്ചും തിരക്കുന്നുണ്ട്. നടുവേദന കാരണം വരാതിരുന്നതാണെന്ന് സുലോചന അപ്പൊ അറിയിക്കുന്നു. ശാന്തേച്ചി കൊതിച്ചിരുന്നതാണ് കൺമണിക്ക് അംഗീകാരം കിട്ടുന്ന ഈ ദിവസത്തിൽ പങ്കുചേരണമെന്ന് എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് സുലോചന. തുടർന്ന് സാഗർ കൺമണിയോടായിട്ട് പറയാ, മോളെ ഇന്നിപ്പോ ഇവിടെ അതിഥിയായിട്ടല്ല നീ വന്നിരിക്കുന്നത്, വീട്ടുകാരിയായിട്ടാ. എല്ലാവരെയും കൂട്ടി അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞതനുസരിച്ച് കൺമണി എല്ലാവർക്കും ഒപ്പം സന്തോഷത്തോടെ അകത്തേക്ക് കടക്കുന്നു. ഇതിനിടയിൽ കൺമണി നല്ല സുന്ദരിയായിട്ടുണ്ടെന്നതൊക്കെ സുജാത കൺമണിയോട് പറയുന്നുണ്ട് സ്നേഹത്തോടെ. തൊട്ടടുത്ത നിമിഷം ബലരാമനെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബലരാമനെ കണ്ടിട്ട് സുജാത പരിഭവം പറയുന്നുണ്ട്. നേരത്തെ എത്താമെന്ന് പറഞ്ഞിട്ട് വരുന്ന എപ്പോഴാണെന്ന് കണ്ടോ? ബലരാമൻ അതിന് സോറിയും പറയുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് തിരിച്ച് സുജാതയും. എന്നിട്ട് ഭാഗ്യശ്രീയെ കുറിച്ച് തിരക്കുന്നുണ്ട്. ഭാഗ്യശ്രീ എവിടെ ചോദിക്കുന്നുണ്ട്. ബലരാമൻ കൊടുക്കുന്ന മറുപടി, അവൾക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. മാത്രമല്ല ആ കാര്യം കൂടെ ബലരാമൻ തുറന്നു പറയുകയാണ്, ഞാനിത് കഴിഞ്ഞാൽ ദുബായിലേക്ക് പോവുകയാണെന്ന്. ചില അത്യാവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇന്ന് തന്നെ പോയേ പറ്റുമെന്ന്. സുലോചനയാണെങ്കിൽ കൺമണിയുടെ വീടും ഡെക്കറേഷനും ഒക്കെ കണ്ട് ഇങ്ങനെ അമ്പരം നിൽക്കുകയാണ്. എന്നിട്ട് കൺമണിയോട് പറയാണ്, നല്ല അടിപൊളി വീട്, നീ എന്തായാലും ഭാഗ്യമുള്ളവളാ കൺമണി, ഇനി ഈ വീടിന്റെ ഉടമസ്ഥ നീയാണല്ലോ. എന്നാൽ ഗോകുല് പറയുന്നത് ഇങ്ങനെയാണ്, അപ്പയ്ക്ക് കൃഷ്ണാറിനെ മാത്രം മതി, വീടോ സ്വത്തുക്കളോ ഒന്നും ആവശ്യമില്ലെന്ന്. കൺമണി വന്ന കാര്യം കൃഷ് അപ്പോഴും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മുകളിൽ മായിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കൃപയാണെങ്കിൽ ഇതിനോടകം തന്നെ കൺമണി വന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കൃപ ചെന്നിട്ട് കൃഷ്ണനോട് പറയുക, ഏട്ടന്റെ രാജകുമാരി വന്നിട്ടുണ്ട്. രാജകുമാരി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഒരു ഒന്നൊന്നര രാജകുമാരി. എന്നാൽ മായി കൃപയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് കൃഷിനെ ഇളക്കല്ലേ, പിന്നെ ഇന്ന് തന്നെ കല്യാണം നടത്തേണ്ടി വരുമെന്ന്. കൺമണി അങ്ങനെ വളരെ സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് പെട്ടെന്നാണ് മാനസയുടെ കൺമണിയുടെ അടുത്തേക്കുള്ള എൻട്രി. മാനസ അവിടെ കണ്ടതും കൺമണി
കൺമണിയും വീട്ടുകാരും ആകെ പകച്ചു പോകുന്നു. എങ്കിലും മാനസ അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് സ്നേഹത്തോടെയൊക്കെ സംസാരിച്ചു തുടങ്ങുകയാണ്. എത്ര നേരമായെന്നറിയോ നിങ്ങളെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്? അല്ല, എല്ലാവരും എന്താ സ്തംഭിച്ച് നിൽക്കുന്ന പോലെ, എന്തോ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ. കൺമണി, ഇത് നിന്റെ മാനസയാ. പിന്നെ ശ്രീനി അങ്കിൾ, ഹെൽത്തൊക്കെ എങ്ങനെയുണ്ട്? സന്തോഷമെന്നാണ് തിരിച്ച് ശ്രീനി കൊടുക്കുന്ന മറുപടി. പിന്നീട് ഗോകുലിനോടും സുലോചനയോടും ഒക്കെ മാനസ സ്നേഹപൂർവ്വം സംസാരിക്കുന്നുണ്ട്. സുലോചനയോട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ സുലോചന സുഖമായിരുന്നു എന്നിങ്ങനെ പറയുന്നത് കേട്ടിട്ട്, സുഖമായിരുന്നോ? എന്തു പറ്റി, ഇപ്പൊ സുഖക്കുറവാണോ? ചെറുതായിട്ടെന്നാണ് സുലോചനയുടെ മറുപടി. ഇവിടുത്തെ ഫംഗ്ഷൻ കഴിയുമ്പോൾ സുഖക്കുറവൊക്കെ മാറുമെന്നുള്ള മാനസയുടെ വാക്കുകൾ കേട്ടിട്ട് ഓ ശരിയെന്ന് പറഞ്ഞിട്ട് പുച്ഛഭാവം പ്രകടിപ്പിക്കുകയാണ് സുലോചന. കൺമണിയും വളരെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് മാനസയെ നോക്കുന്നത്. കൺമണിയെ കാണാനായിട്ട് കൊതിച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന കൃഷി കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് മാനസ കൺമണിയോടും വീട്ടുകാരോടും സംസാരിക്കുന്നതാണ്. കൃഷ്ണൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അത് കണ്ടിട്ട്. ഇവിടുത്തെ എന്തിനുള്ള പുറപ്പെടാ, ഞാൻ ഏതായാലും ചെല്ലട്ടെ എന്ന് പറഞ്ഞ് കൃഷി തിടക്കത്തോടെ പോകാൻ തുടങ്ങുന്നതും മൈ കൃഷ്ണനെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, അത് അവര് തന്നെ മാനേജ് ചെയ്തോളും, നീ പോണ്ടാന്ന്. തുടർന്ന് മാനസ കൺമണിയോട് ഓരോന്നൊക്കെ സംസാരിക്കുകയാണ്. കൺമണിയോട് ചോദിക്കുകയാണ്, കൺമണി നീ എന്നോട് പിണക്കുവാണോ? കൺമണി ഒന്നും വിടാതെ നിൽക്കുന്ന കണ്ടിട്ട്, എന്താ കൺമണി ഇത്? എല്ലാവർക്കും എന്താ എന്നെ കണ്ടപ്പോ ഒരു പേടി പോലെ? കൺമണി, ഞാനിപ്പോ ഒരു പുതിയ ആളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ദിവസം എന്റെ ജീവിതത്തിലെ നല്ല ദിവസങ്ങളിൽ ഒന്നാ. ഞാൻ നിന്നെ തോൽപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ ഇന്നിപ്പോ കൺമണിയുടെ സ്നേഹവും നന്മയും തിരിച്ചറിഞ്ഞിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. മാനസ ഈ പറയുന്നതെല്ലാം കൃഷ്ണൻ കേൾക്കുന്നുണ്ട് മുകളിൽ നിന്നുകൊണ്ട്. എന്തൊരു അഭിനയമാണ് അവളുടെ, ഓസ്കാർ കിട്ടുമെന്നൊക്കെ പറയുകയാണ് മഹിയോട്. തുടർന്ന് മാനസ കൺമണിയോട് പറയാണ്, പറയുമ്പോ പുകഴ്ത്തുകയാണെന്ന് തോന്നരുത്, കൺമണി സൂപ്പറായിരുന്നു, സൂപ്പർ കൺമണി, എന്തൊരു ഗ്ലാമറാ. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് കൺമണി ദേഷ്യത്തോടെ ചോദിക്കുകയാണ് മാനസോട്, മാനസ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയുന്നതൊക്കെ സത്യമായ കാര്യം കൺമണി. സുലോചന അപ്പൊ ഇതിനിടയിൽ കയറി പറയുന്നുണ്ട്. എന്നിട്ട് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് മാനസ പറഞ്ഞത് മാത്രം സത്യമാണെന്ന്. ഞങ്ങളുടെ കൺമണി സൂപ്പർ കൺമണി തന്നെയാ. ഒരു സ്റ്റാഫ് അങ്ങോട്ട് വരുന്നതും മാനസ സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവരാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രധാന അതിഥികൾ, അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെ വേണം ഇവരെ ഇരുത്താൻ, പ്രത്യേകം ശ്രദ്ധിച്ചോണം എന്നൊക്കെ. മാനസയുടെ ഈ ഷോ ഓഫ് എല്ലാം കണ്ടിട്ട് കൃഷ്ണന് ഭ്രാന്ത് പിടിക്കുകയാണ്. അധികം നേരം കണ്ടുകൊണ്ട് നിൽക്കാൻ ത്രാണിയില്ലാത്തത് കൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ തന്റെ കൂടെ വരാൻ പറഞ്ഞ് ക്ഷണിക്കുകയാണ് മാനസ കൺമണിയും വീട്ടുകാരെയും. മാനസ അങ്ങ് പോയതും സുലോചന ഗോകുലിനോടായിട്ട് പറയാണ്, ഇവൾക്ക് എന്തോ സാരമായിട്ട് പറ്റിയിട്ടുണ്ട്, എവിടെയോ തലയൊന്ന് തട്ടി കാണും, ആ ആണിയൊക്കെ ഒന്ന് ലൂസായിട്ടുണ്ട്, നമുക്കൊരു മേസ്ത്രിയെ വിളിപ്പിച്ചിട്ട് ആ ആണിയൊക്കെ ഒന്ന് ടൈറ്റ് ആക്കണം. മാനസ ഇവിടെ ഉണ്ടെങ്കിൽ ആ സൈക്കോയി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്നാണ് ഗോകുലിന്റെ കണ്ടെത്തൽ. വരുൺ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാന്ന് പറഞ്ഞിട്ട് ഗോകുല് പോകുന്നുണ്ട്. സുലോചന പിന്നെ കൺമണിയോട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ മാനസ ശരിക്കും മാറിയതാണോ? എന്നാൽ കൺമണി പറയും, അവൾ ഒരിക്കലും മാറില്ല, അവൾ എന്തോ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അവൾ എന്ത് മനസ്സിൽ കണ്ടാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാനത് പൊളിച്ചെടുക്കും എന്ന്. അതേസമയം വരുണാണെങ്കിൽ ഒളിച്ചു നിൽക്കുന്നത് ഈ ലോനപ്പച്ചേട്ടൻ കാണുകയാണ്. ലോനപ്പച്ചേട്ടനും തോന്നുകയാണ്, ഇവനെന്താ ഒളിച്ചു നിൽക്കുന്നത്, ഇവൻ ആളൊരു കുഴപ്പക്കാരൻ തന്നെയാണല്ലോ എന്നിങ്ങനെ. ശേഷം വരുണിന്റെ അടുത്തേക്ക് ചെന്ന് ചെവിയൊക്കെ പിടിച്ച് തിരിച്ച് വഴക്ക് പറയുന്നുണ്ട്. നീ ആളൊരു കുഴപ്പക്കാരാണെന്നൊക്കെ ലോനപ്പച്ചേട്ടൻ പറയുമ്പോഴേക്കും വരുണിന് മനസ്സിലാവുകയാണ് ഈ ലോനപ്പൻ ഒരു കുരിശാകുമെന്ന്. അതുകൊണ്ട് തന്നെ ലോനപ്പനെ പിന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് വരുൺ. കുറെ നേരമായിട്ട് നിന്നെ സഹിക്കുന്നു എന്ന് പറഞ്ഞ് ലോനപ്പന്റെ വായെല്ലാം പൊത്തിപ്പിടിച്ച് ലോനപ്പനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് തള്ളിയിടുകയാണ്. താമസിയാതെ തന്നെ കൺമണി ആദരിക്കുന്ന ആ ചടങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. കൃപ അനൗൺസ് ചെയ്യുന്നുണ്ട് സ്റ്റേജിൽ വന്നിട്ട്, ഏവരും കാത്തിരുന്ന നമ്മുടെ സൂപ്പർ കൺമണി ഡേ ആരംഭിക്കുകയാണ് എന്ന്. ഇനി കുറച്ചു സമയത്തൊക്കെ എല്ലാവരുടെയും ശ്രദ്ധ ഇങ്ങോട്ട് മാത്രമായിരിക്കണം. ഈ സൂപ്പർ കൺമണി ഡേയുടെ അവതാരകർ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജീനിയസ് ആയ നാടിന്റെ പൊന്നോമന പുത്രിയായ ഈ കൃപയും എന്നേക്കാൾ എനിക്ക് പ്രിയപ്പെട്ട എന്റെ വലിയേട്ടനുമാണ്. കൃപയുടെ ഈ വാക്കുകളൊക്കെ കേട്ട് മാനസ പുച്ഛത്തോടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും അത് കേട്ട് കൈയടിക്കുന്നെന്ന് കാണുമ്പോൾ മാനസയും കൂടെ ചേരും. ഒരു വലിയേട്ടനും അനിയത്തിയും വന്നിരിക്കുന്നു, ഇവളെന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നതെന്ന് ആന്റിയമ്മയും അടക്കം പറയുന്നുണ്ട് മാനസയുമായിട്ട്. തുടർന്ന് ബലരാമനാണ് സംസാരിക്കുന്നത്. കൺമണിയെ തന്നെയാണ് ബലരാമനും കൃപയും ആദ്യമായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ഫംഗ്ഷൻ എല്ലാം വളരെ സന്തോഷമായിട്ട് പോകുന്നത് കണ്ടിട്ട് കൺമണിയെ സ്റ്റേജിൽ ഇങ്ങനെ വാനോളം പുകഴ്ത്തുന്നത് കേട്ടിട്ട് അസൂയയോടെയും പുച്ഛത്തോടെയും നിൽക്കുകയാണ് വരുൺ. അങ്ങനെ എല്ലാവരും കൺമണിക്ക് വേണ്ടി ക്ലാപ്പൊക്കെ അടിക്കുമ്പോൾ കൺമണിയാണെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുകയാണ് അവിടെ തന്നെ. സുലോചനയൊക്കെ അപ്പോൾ കൺമണിയോട് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നുണ്ട്. ഇതിനിടയിൽ ശ്രീദേവി മാനസയോട് രഹസ്യമായിട്ട് ചോദിക്കുക, എന്തൊക്കെയാ മാഡം ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നീ കാത്തിരുന്ന് കണ്ടു. അങ്ങനെയാണ് മാനസയുടെ മറുപടി. ലോനപ്പനെയാണെങ്കിൽ വരുൺ ഒരു മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുകയാണല്ലോ. ലോനപ്പനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് കാറ്ററിംഗ് സർവീസിലെ സ്റ്റാഫ്സ് എല്ലാം. ലോനപ്പനെ അങ്ങനെ ഇവർ കണ്ടുപിടിച്ച കാര്യം തീർന്നെന്നോർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് വരുൺ. കൺമണി അങ്ങനെ ആ സ്റ്റേജിൽ വന്ന് നിൽക്കുന്ന രംഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.